ഹലോ, ക്രിസ്മസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഓറഞ്ച് നീരിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണിത്. അപ്പം നമുക്ക് സമയം കളയാതെ ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓറഞ്ച് നീരിൽ കുതിർത്ത് വെക്കാൻ വേണ്ടി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുള്ള ഡ്രൈഡ് ഫ്രൂട്ട്സാണിത്. ഫ്രൂട്ടി 3 കളേഴ്സും വേണം. അത് 2 ടേബിൾ സ്പൂൺ വീതം എടുക്കുക. പിന്നെ പിസ്ത, അണ്ടിപ്പരിപ്പ്, ബദാം, ഉണക്കമുന്തിരി, ബ്ലാക്കും വൈറ്റും, പിന്നെ ഡ്രൈഡ് ചെറി, ഇതെല്ലാം 1/4 കപ്പ് വീതമാണ് വേണ്ടത്. ഈന്തപ്പഴം ഒരു 10 എണ്ണം. ഇതെല്ലാം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. 3 ഓറഞ്ചിൻ്റെ നീര് വെള്ളം ചേർക്കാത്തതാണിത്. ഇതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കൂടുതൽ ദിവസം വയ്ക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടും. ഇത് 1 ദിവസമാണ് വയ്ക്കുന്നതെങ്കിൽ പോലും അത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം, അതല്ലെങ്കിൽ കേടുവരും. ഓറഞ്ച് നീരിന് പകരം നമുക്ക് മുന്തിരി വൈൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ റമ്മിലൊക്കെ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി നമുക്ക് കാരമൽ തയ്യാറാക്കിയെടുക്കാം. ഈ കേക്ക് തയ്യാറാക്കാൻ ആകെ വേണ്ടത് 1.5 കപ്പ് പഞ്ചസാരയാണ്. അതിൽ 3/4 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ കാരമൽ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത്. അതങ്ങനെ മെൽറ്റ് ചെയ്ത് നന്നായിട്ട് ഉരുകി കഴിഞ്ഞ് ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചൊഴിക്കണം. ഇത് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോഴത്തേക്കും അത് കട്ടായി പോവും. ഇനി നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര, അതായത് 3/4 കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതിലേക്ക് ഒരു ജാതിക്കയുടെ പകുതി ഭാഗം ചേർക്കുന്നുണ്ട്. 2 ചെറിയ കഷ്ണം പട്ട, 5-6 ഗ്രാമ്പൂ, 5-6 ഏലക്കായ, ഇതെല്ലാം ചേർത്തിട്ട് നല്ല ഫൈൻ പൗഡറാക്കി എടുക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ഈ ട്രേയിൽ കുറച്ച് ബട്ടർ എടുത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. 1.5 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. 3 ദിവസം മുമ്പ് നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതൊന്നുകൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. വല്ലാതെ ഡ്രൈ ആക്കണ്ട, എന്നാലും അതിലുള്ള വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഈ ബാക്കിയുള്ള ജ്യൂസ് നമുക്ക് ആവശ്യമുണ്ട്, ഇത് മാറ്റി വയ്ക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം. ഇനി ഒരു ഓറഞ്ചിൻ്റെ തൊണ്ട് നമുക്കിതുപോലെ പീൽ ചെയ്തെടുക്കാം. ഇതിന് പകരം ഓറഞ്ച് പീൽ ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോൾ ഇതിങ്ങനെ ഫ്രഷായിട്ടുള്ള ഓറഞ്ച് തന്നെ പീൽ ചെയ്തെടുക്കുകയാണ്. ഇത് പീൽ ചെയ്യുമ്പോൾ അതിൻ്റെ വെളുത്ത ഭാഗം പുറമേക്ക് വരാതെ സൂക്ഷിക്കണം. നമുക്കൊരു 1.5 ടീസ്പൂണാണ് ഇത് വേണ്ടത്. ഇനി 3 മുട്ട ഇതുപോലൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഏതാണ്ട് ഒരു 8 മിനിറ്റോളം ബീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് നന്നായിട്ട് പതഞ്ഞ് വരിക. ഇനി വേറൊരു ബൗളിൽ ഒരു 150 ഗ്രാം ബട്ടർ നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ട് ഇതെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി ബീറ്റ് ചെയ്യാം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്നൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ കാരമൽ കിട്ടേണ്ടത്. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ജ്യൂസും കൂടെ
ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. മൈദപ്പൊടി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബീറ്റർ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 3-4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് കുറഞ്ഞ സമയം മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അധികം ബീറ്റ് ചെയ്യരുത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാമഗ്രികളും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. മുട്ടയൊക്കെ ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടാവണം. ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതിൻ്റെ കൂടെ നമ്മൾ പീൽ ചെയ്തെടുത്ത ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഓവനില്ലാത്തവർക്ക് ഈ മിക്സ് വെച്ച് കുക്കറിലും കേക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്റ്റൗവിൽ അടി കട്ടിയുള്ളൊരു തട്ട് വെച്ച് അതിൽ കുക്കർ വയ്ക്കുക. ഉപ്പോ മണലോ ഇട്ട ശേഷം കേക്ക് ട്രേ വെക്കാനുള്ള ഒരു റിങ് കൂടി വയ്ക്കുക. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇത് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം അലുമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഒരു പാനിൽ ഈ ബാറ്റർ ഒഴിച്ച് 50 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്ന അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടും. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് പാനിലേക്ക് ഈ മിക്സ് മാറ്റാം. ഓവൻ ഞാനൊരു 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ്. ഇനി നമുക്ക് കേക്ക് ഇതിൽ ബേക്ക് ചെയ്തെടുക്കാം. 50 മിനിറ്റാണ് ഞാൻ ടൈം സെറ്റ് ചെയ്തേക്കുന്നത്. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. ഒരു 40 മിനിറ്റ് കഴിയാതെ നിങ്ങൾ ഒരിക്കലും അത് തുറന്ന് നോക്കണ്ട. കാരണം പൊന്തി വരുന്നത് ഇങ്ങനെ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് കേക്ക്. ഞാൻ കൃത്യം ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നോക്കുന്നത്. കേക്ക് നല്ല പാകത്തിനായിട്ടുണ്ട്. ടൂത്ത് പിക്കൊക്കെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാൻ ഈ കേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? ഇതിൻ്റെ അടിവശമാണ് കാണാൻ ഭംഗിയിട്ട്. അതുകൊണ്ട് ഞാനിത് ഇതുപോലെ തന്നെ വെക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇതുപോലെ മാറ്റാം. ഇനി കേക്കും നമ്മളും കൂടെ ഒരു യാത്ര പോവാണ്. കേക്ക് ബാംഗ്ലൂർ എത്തിയിട്ടാ. മോനും വൈഫും ബാംഗ്ലൂരാണ്. ഞങ്ങൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങ് പോന്നു. ഫുള്ള് കാറിൽ യാത്ര ചെയ്ത് വന്നുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു കേക്ക്. ഇന്ന് എടുക്കുമ്പോൾ ഇത്തിരി തണുത്തിട്ടാണ് ഇരിക്കണത്. നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു കഷ്ണം ഞാൻ കടിച്ചു. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.